ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹീതമായ പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്നുചേരാം. കരങ്ങളിൽ ജപമാലയെടുത്ത് നമ്മുടെ വീടുകളിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനരികിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 2ാമത്തെ ദിവസം നമ്മൾ നിയോഗമായി സമർപ്പിക്കുക തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള വലിയ നിയോഗമാണ്. നമുക്ക് പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ സമയം നമ്മുടെ അമ്മയായ തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: സഭയുടെ പ്രാർത്ഥനകളെല്ലാം താങ്ങി നിർത്തുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ആ വലിയ ബോധ്യത്തോടെ അമ്മയുടെ പിറവി തിരുനാളിനൊരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്ന് നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിനം നമ്മളിന്ന് ആത്മന ആയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ പള്ളിയിലാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യ അൾത്താരയോട് ചേർന്ന് നമുക്കും ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പാറേ മാതാവിനോട് ചേർന്ന് നിന്ന് ആരാധിക്കാം. പരിശുദ്ധ അമ്മയുടെ ഭക്തരായ പ്രിയമുള്ള ദൈവജനമേ, അനുഗ്രഹീതമായ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയുടെ പരിമളം പരക്കുന്ന ഈ ദേവാലയ അങ്കണത്തിൽ നിന്നും 8 നോമ്പിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെടുന്ന ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവർ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ പരിശുദ്ധമ്മയുടെ സവിധത്തിൽ അഭയം ഗമിക്കുകയാണ്. ദേവാലയം ചുറ്റി പ്രാർത്ഥിക്കുന്നവരും ദേവാലയത്തിൽ മുട്ടുകുത്തി നീന്തി പ്രാർത്ഥിക്കുന്നവരും ശിരസിൽ കല്ല് വഹിച്ചുകൊണ്ട് ഭാരം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും ഈ ദേവാലയത്തോട് ചേർന്നുള്ള കിണറ്റിൽ നിന്നും തീർത്ഥജലം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നവരും അതിലൊക്കെ ഉപരി ഇവിടെ എത്തുന്നവരെല്ലാം കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രീതിയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം ഏറെ അനുഭവിച്ച് തമ്പുരാനോടും അമ്മയോടുമുള്ള വലിയ ബന്ധത്തിൽ അനുഗ്രഹങ്ങളുടെ വലിയ സമൃദ്ധി സ്വീകരിക്കുന്ന ജീവിതങ്ങൾ ഒട്ടേറെയാണ്. നിങ്ങളെല്ലാവരെയും ഈ ദേവാലയത്തിൽ നിന്നും ഈ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കപ്പെടുമ്പോൾ അതിൽ പങ്കുചേർന്ന് 8 നോമ്പ് ദിനങ്ങളിലെ എല്ലാ നന്മകളും സമൃദ്ധമായിട്ട് നുകരുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദിവ്യകാരുണ്യമീശോയേ, നവ്യസ്നേഹത്തിൻ്റെ കൂദാശയേ, അമ്മയോടൊപ്പം
അണിചേർന്നു ഞങ്ങൾ അങ്ങേ കരുണയെ വാഴ്ത്തുന്നു. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ആരാധന ആരാധന പാടാമാരാധന ആരാധന 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 പാടാമാരാധന ആരാധന. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോ ഉയിരിൻ്റെ ഭാഗമം ശീലങ്ങളെ കഴുകി എന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. ആരാധന ആരാധന പാടാമാരാധന ആരാധന 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 പാടാമാരാധന ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ വലിയ സാന്നിധ്യത്തിൻ്റെ മുൻപിലായിരിക്കാം. എൻ്റെ ദൈവം ഇതാ എൻ്റെ അരികിൽ വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഈ ദിനങ്ങളിലെല്ലാം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ എൻ്റെ അരികിൽ വന്നിരിക്കുന്നു. നമുക്ക് ആ ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടാം. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. ജീവിതങ്ങളെ സമർപ്പിക്കാം. കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായി കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആരാധന ആരാധന പാടാമാരാധന ആരാധന ആരാധന ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം. പാടാമാരാധന ആരാധന പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ആരാധന ആരാധന വിശുദ്ധ പിതാവിനോട് ചേർന്ന് ആരാധന ആരാധന വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് ആരാധന ആരാധന മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ആരാധന ആരാധന ഇരു കരങ്ങളും ഉയർത്തി സകല സ്വർഗവാസികളോട് ചേർന്ന് ആരാധന തിരുസഭയോട് ചേർന്ന് ആരാധന ആരാധന മാർപ്പാപ്പയോട് ചേർന്ന് ആരാധന ആരാധന സഭയുടെ വലിയ കൂട്ടായ്മയിലൊന്ന് ചേർന്ന് ആരാധന ആരാധന. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 അധ്യായം 2 തിരുവചനം പറയുന്നു, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തിരുസഭയെ ഓർക്കുകയും സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്.
ഈ പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ നമ്മൾ ഒന്നു ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഈശോ പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ നിന്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. പാറയുടെ മുകളിൽ, ഇളകാത്ത പാറയുടെ മുകളിൽ സഭയെ സ്ഥാപിച്ച ദൈവം, ലോകാവസാനത്തോളം നിലനിൽക്കുന്ന സത്യസഭയെ സ്ഥാപിച്ച ദൈവം, ആ സഭയെ മുടിചൂടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവം, ആ സഭയിൽ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കാം, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം സഭയുടെ പ്രതീകമാണ്. പാറയുടെ മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പണിതുയർത്തിയ ആത്മീയ കൂടാരം സഭയുടെ പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്താൽ ഉയർത്തപ്പെട്ട സഭയെ സഹായിക്കുന്ന സഹരക്ഷകയായ പ്രാർത്ഥന കൊണ്ട്, വിശുദ്ധി കൊണ്ട് സഭയെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിലാണ്. ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഇതാ അമ്മയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ പാപത്തിൻ്റെ വലിയ അഴുക്ക് വീണ ജീവിതങ്ങളാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നൈർമല്യമുള്ളതല്ല. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോട് ചേർന്ന് ഒന്ന് ഇരിക്കുവാൻ പോലുമുള്ള നൈർമല്യമില്ലാത്ത ജീവിതമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അഴുക്ക് പിടിച്ച പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അമ്മയെപ്പോലെ അമ്മയ്ക്ക് യോഗ്യരായ മക്കളായി മാറുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ ഞങ്ങളും ഈ നോമ്പിലിത് അണിചേരുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയോട് അനുരൂപപ്പെടാൻ, ഈശോയുടെ പരിശുദ്ധിയിൽ പങ്കുപറ്റാൻ അമ്മയെപ്പോലെ ഈ മക്കൾക്കും അമ്മ ഇടവരുത്തണേ. ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റാൻ പറ്റാതെ നിലനിൽക്കുന്ന എല്ലാ തിന്മകളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് അമ്മയെ പരിശ്രമിക്കുന്ന ഒരുപാട് ദുശീലങ്ങൾ, ഒരുപാട് തഴക്കദോഷങ്ങൾ, ഒരുപാട് തിന്മകൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകാതെ ആവർത്തിക്കുന്നു. പലപ്പോഴും ആഗ്രഹിച്ച് കുമ്പസാരിച്ചിട്ടും സഭയുടെ വലിയ കരുണ സ്വീകരിച്ചിട്ടും വീണ്ടും ആ കരുണയോർക്കാതെ അമ്മയെ ഞങ്ങൾ പലപ്പോഴും വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകുന്നു. അമ്മ ഞങ്ങളെ സഹായിക്കണം. ഈ തിരുനാളിൻ്റെ ഈ ദിനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കൊരു വിശുദ്ധി തരണം. അങ്ങനെ ഞങ്ങളുടെ സഭ വിശുദ്ധിയുള്ളതായി തീരട്ടെ. ഓരോ സഭാമക്കളും വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് സഭ വിശുദ്ധമായി തീരാൻ വേണ്ടി അമ്മയൊന്ന് പ്രാർത്ഥിക്കണമേ. നമ്മുടെ ജീവിതങ്ങൾ അമ്മ വഴി ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. കയ്യിലിരിക്കും
നമ്മുടെ അമ്മ. എന്തൊരു വലിയ ഭാഗ്യമാണ് ഈശോ നമുക്ക് തന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മിക്കാം, കർത്താവിൻ്റെ വചനം പറയുന്നു, 128 സങ്കീർത്തനം 5 വാക്യത്തിൽ പറയുന്നു, കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം എത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം വഴി നമ്മെ അനുഗ്രഹിക്കാൻ ഈശോ കാത്തിരിക്കുകയാണ്. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ ജപമാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുക, 2ാം സഹസ്രാബ്ദത്തിൽ രൂപപ്പെട്ട അതിവിശിഷ്ടമായൊരു പ്രാർത്ഥനയാണ് ഈ ജപമാല. അനേകം വിശുദ്ധർ നൂറ്റാണ്ടുകളായി ആവർത്തിക്കുന്ന, അനേകം വിശുദ്ധരെ സഭയ്ക്ക് സമ്മാനിച്ച ഒരത്ഭുത കൃപയുടെ പ്രാർത്ഥനയാണ് ജപമാല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലിയൊരു ജപമാല യജ്ഞം തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജപമാല ജപിച്ച് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് വേണ്ടി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് കരങ്ങളിൽ ജപമാല എടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ ജന്മദിനത്തിന് വേണ്ടി ഒരുക്കുകയാണ് നമ്മൾ ഈ ജപമാല. ലോകം മുഴുവനുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ജപമാലയിലൂടെ ഒരുക്കാം, അമ്മയ്ക്ക് വേണ്ടി ഒരുക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു വലിയ സ്നേഹത്തിൻ്റെ കാണിക്ക നമുക്ക് ഒരുക്കി വയ്ക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ചൊല്ലി പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ട് ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗീയ പ്രാർത്ഥനയെ മഞ്ഞുകണം പോലെ ലോകം മുഴുവനും വ്യാപിക്കും എന്നാണ് പരിശുദ്ധ അമ്മ പറയുക. ഈ പ്രാർത്ഥന മഞ്ഞുകണം പോലെ ലോകം മുഴുവനും വ്യാപിക്കും. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് അണിചേരാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരണമേ, സഭയിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ഓരോരുത്തരിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ സവിശേഷ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ യാചനാപൂർവം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഏറ്റവും നിറവിൽ പൂർണ്ണതയിൽ ഇറങ്ങി വന്ന ഇടം പരിശുദ്ധ കന്യകയാണ്. പരിശുദ്ധ അമ്മയെ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് മറ്റൊരാളിലും നിറഞ്ഞിട്ടില്ല. ആ വലിയ ബോധ്യത്തോടെ എവിടെയെല്ലാം പരിശുദ്ധ അമ്മയുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുന്ന അനുഭവം, പരിശുദ്ധാത്മാവ് പിൻചൊല്ലുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വലിയ ബോധ്യത്തോടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ആത്മാവ് നഷ്ടപ്പെട്ട, ചൈതന്യം നഷ്ടപ്പെട്ട, കൃപ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ മക്കളാണ് ഞങ്ങളെന്ന് അമ്മ ഓർക്കണം. അമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ഈശോയുടെ സന്നിധിയിൽ ഒരു അഭിഭാഷകയെ പോലെ വാദിക്കണം. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടാൻ, ഞങ്ങൾക്കും രൂപാന്തരങ്ങൾ സംഭവിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം ആത്മാവിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. അമ്മ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഗാനരൂപത്തിൽ പാടിക്കൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. രക്ഷകനാമീശുനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. എല്ലാവരും ചേർന്ന് പാടട്ടെ. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശുനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്.
കരങ്ങളുമുയർത്തി വസിക്കട്ടെ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിന്റെയും ഹൃദയത്തിൽ സർവജനത്തിൻ ഹൃത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ്. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലേക്ക് നമുക്ക് ലോകത്തെ മുഴുവന് സമർപ്പിക്കാം. അമ്മ മാതാവേ, ലോകത്തിൻ്റെ വലിയ ശോചനീയ അവസ്ഥ കണ്ട് രക്തക്കണ്ണീരൊഴുക്കുന്ന അമ്മേ, ലോകത്തിൽ പെരുകുന്ന യുദ്ധങ്ങൾ, ധാർമ്മിക അധപ്പതനങ്ങൾ, എല്ലാ വിധത്തിലുള്ള അസന്മാർഗിക ജീവിതങ്ങൾ, ദൈവത്തിൽ നിന്ന് സഭയിൽ നിന്ന് ഓടിയകലുന്ന അവസ്ഥകൾ, ഈശോയെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഇതെല്ലാം സമർപ്പിക്കുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കാൻ, ഇതെല്ലാം അവസാനിച്ച് ഒരു വലിയ ദൈവത്തിൻ്റെ രാജ്യം വരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രതിസന്ധിയായ കോവിഡ് മഹാമാരിയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വലിയ കെടുതി അനുഭവിക്കുന്ന ലോക ജനതയെ, ലോകരാഷ്ട്രങ്ങളെ അമ്മയെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, ദുരന്തങ്ങൾ, ധാർമ്മിക അധപതനങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. ഈ ആത്മാവിൻ ശക്തിയാ യുദ്ധം, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ ഇവയിൽ നിന്നും മാനവരെ സംരക്ഷിക്കാൻ ചേർന്ന് പാടാം ഒരിക്കൽ കൂടി. ഈ ആത്മാവിൻ ശക്തിയാ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. യുദ്ധം, ധാർമ്മിക തകർച്ച, വലിയ ദുരന്തങ്ങൾ മാറിപ്പോകട്ടെ. ദുരന്തങ്ങൾ ഇവയിൽ നിന്നും ഈ മാനവരാശിയെ രക്ഷിക്കണമേ. മാനവരെ സംരക്ഷിക്കാൻ. ഒരു നാളിൽ മറിയമായ നമ്മുടെ അഭിഭാഷകയായ അമ്മ ഒരു നാളിൽ സകല ജനപദങ്ങളുടെയും നാഥയെന്നറിയപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ വലിയ മുന്നറിയിപ്പ് തന്നു. ആ വലിയ ബോധ്യത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അവിടുന്ന് സദാസമയം ഞങ്ങളുടെ കാര്യത്തിൽ വ്യഗ്രചിത്തയാണെന്നറിയാം. കാനായിൽ എന്നതുപോലെ അമ്മ ഞങ്ങളാരും അറിയാത്ത ഞങ്ങളുടെ കുറവുകൾ പോലും അറിഞ്ഞ് അതിനെ പ്രതി വ്യഗ്രചിത്തയായി ആകുലപ്പെടുന്നുണ്ടെന്നും തിരുക്കുമാരന്റെ പക്കൽ വാദിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം. അമ്മേ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ കണ്ടറിഞ്ഞ് ചിത്തയായി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഒരു നാളിൽ മറിയമായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്ന അഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. ഒരു നാളിൽ മറിയമായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്ന അഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. പരിശുദ്ധ പാറേ മാതാവിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്ന അൾത്താരയുടെ മുമ്പിലാണ് നമ്മൾ ഇന്ന് പലയിടങ്ങളിലാണെങ്കിലും നമുക്ക് ഈ അമ്മയെ കാണാനും അമ്മയെ സ്നേഹിക്കാനും അമ്മയോട് പ്രാർത്ഥിക്കാനും കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പാറേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ വാദിക്കുകയും ചെയ്യണമേ. കരങ്ങൾ നിറച്ചെപ്പോഴും മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കരുണ വാരി വിതറുന്ന അമ്മേ, ഈ സമയം ജനലക്ഷങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഒരു നാളിൽ മറിയമായ സർവജനത്തിൻ നാഥ, സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്നെ അഭിഭാഷകയായി ഞങ്ങൾ തന്ന അഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. ഒരു നാളിൽ മറിയമായ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണം. സർവജനത്തിൻ നാഥ, ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവേ. ഞങ്ങൾ തന്ന
അഭിഭാഷകയായി ഇപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്ദി പറയുന്നു. ഈശോയെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ 8 നോമ്പ് തിരുനാളിനൊരുക്കമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഭക്തിപൂർവം ഈ 2ാം ദിനത്തിലെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആത്മീയവും ശാരീരികവുമായ വരങ്ങളാൽ പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജപുത്രിമാർ അവളെ പ്രകീർത്തിക്കും. അവൾ സൂര്യനെ പോലെ ശോഭയുള്ളവളാകുന്നു, ചന്ദ്രനെ പോലെ ഇഴകുള്ളവളുമാകുന്നു. അവൾ തന്റെ മാതാവിന്റെ ഏകപുത്രിയും പിതാവിന്റെ വത്സലകുമാരിയുമാകുന്നു. ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവിടുത്തെ ആനന്ദ വിഷയമായിരുന്നു. മനുഷ്യർ എന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്റെ മാർഗം പിന്തുടരുന്നവരെല്ലാം ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. എന്നെ കണ്ടെത്തിയവരെല്ലാം ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കുവാമേ. വിശുദ്ധ യോവാക്കീം, അന്ന എന്നിവരിൽ നിന്നും വചനമാകുന്ന ദൈവപുത്രന്റെ മാതാവായ മറിയം ജനിച്ചു. അതുവഴി പൂർവ്വപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും മാത്രമല്ല എല്ലാ തലമുറകളുടെയും പക്കലേക്കും അനുഗ്രഹം ഒഴുക്കപ്പെട്ടു. തലമുറകളുടെ മാതാവായ മറിയത്തെ നമുക്കും പ്രകീർത്തിക്കാം. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. കണ്ണിലും നീയാകും ഉണ്ണീശുദ്ധന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ. ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയമേ, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ സമർപ്പിച്ചതുകൊണ്ട് എല്ലാ തലമുറകളാലും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന അനുഗ്രഹീതയായി ഞങ്ങളുടെ അമ്മേ, ഇതാ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദിവ്യപുത്രന്റെ ജനനത്തിനൊരുങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ, വഴിയും സത്യവും ജീവനുമായ നിന്റെ ദിവ്യപുത്രന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ മാതാവേ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം ഉപേക്ഷിച്ച നല്ല അമ്മേ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. കാകുൽത്തായിലേക്കുള്ള കുരിശിന്റെ വഴിയിലൂടെ തന്റെ ദിവ്യപുത്രനെ അനുഗമിക്കുകയും കാൽവരിക്കുന്നിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ മുഴുവനും നിന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്ത മറിയമേ, ഞങ്ങളുടെ സന്തോഷത്തിലും സന്താപത്തിലും നിന്റെ പ്രിയപുത്രനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നതിനും അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീർന്ന് മിശിഹായുടെ സഹോദരരായി വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ. ഓരോ ജപമാലയും വിശുദ്ധ കുരിശിൽ ആരംഭിച്ച് കുരിശിൽ അവസാനിക്കുന്ന പ്രാർത്ഥനയാണ്. ആ കുരിശ് നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും യാചനാപൂർവം പിടിച്ച് സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും പിതാവേ, നിൻ നാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വന്നിടണേ, നിന്നിഷ്ടം സ്വർഗത്തിലെ പോ ഭൂവിലുമാകണമേ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മകളായി തീരാൻ, ഈശോയെ ഉദരത്തിൽ വഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വിശിഷ്ട പാത്രം, പുത്രൻ്റെ അമ്മയായി തീരാൻ, പുത്രനോട് ആത്മാവിലും ശരീരത്തിലും ഐക്യപ്പെടാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഇഷ്ടദാസിയായി തീരാൻ ഭാഗ്യം കിട്ടിയ കന്യക. ആ വലിയ ബോധ്യത്തോടെ അമ്മയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ എല്ലാ തലമുറകളോടും ചേർന്ന് സഭയിൽ നമുക്ക് പ്രകീർത്തിക്കാം. കൃപ നിറഞ്ഞ മേരി, സ്വസ്തി കർത്താവ് നിന്റെ കൂടെ, സ്ത്രീകളിൽ ധന്യ നീ, അനുഗ്രഹീത നിന്നുദരഫലം ഈശോ അനുഗ്രഹീതൻ. പുത്രനും പാവനാത്മാവിനും സ്തോത്രമുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. ഒന്നാം ദിവ്യരഹസ്യത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാനത്തെ നമുക്ക് ഓർമ്മിക്കാം. സ്വർഗം തുറക്കപ്പെട്ടു, പിതാവിൻ്റെ സ്വരമുണ്ടായി, പരിശുദ്ധാത്മാവ് പുത്രനിൽ ആവസിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരും ആ സഭയിലെ അംഗങ്ങളാണ്. നമുക്കും ഈശോയുടെ ജ്ഞാനസ്നാനത്തിൽ പങ്കുപറ്റാം. പാപത്തിൽ മരിച്ച് മാമോദീസായിലൂടെ ഉയർത്തവരാണ് നമ്മൾ. ഈശോയെ എന്നിട്ടും പാപത്തിൽ വിൽക്കപ്പെട്ട അടിമകളായി ഞങ്ങൾ കഴിയുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെ സഭയിൽ അംഗമായ എല്ലാവരെയും നമുക്ക് ഓർക്കാം. വിജയസഭയിലും സഹനസഭയിലും സമരസഭയിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് ഗണമായി നമുക്ക് പ്രാർത്ഥിക്കാം. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൂദാശയില്ലാതെ ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭാ സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു പോയവരെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയോട് വലിയ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയിൽ നിന്ന് മക്കളെ അടർത്തി മാറ്റുന്നവരെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയിൽ യഥാർത്ഥ മക്കളായി ജീവിക്കാൻ പറ്റാതെ പോകുന്ന നമ്മളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനും ആതിഥ്യം വഹിക്കുന്ന അനേക ലക്ഷം മക്കളെ സമർപ്പിക്കാം. അവരെ ദൈവം ബലപ്പെടുത്തട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയിലെ എല്ലാ അധികാരികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ സഭയെ ശുശ്രൂഷയോടെ നയിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭയിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനേകരെ നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാവരും ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ രക്ഷകനെന്ന് ആദരമായി ഏറ്റുപറയാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കുമാമേൻ. ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ ഈശോ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാ കുറവുകളെയും അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കാം. നമ്മുടെ കുറവുകളാണ് സഭയുടെ കുറവുകൾ. അമ്മ അത് വ്യക്തിപരമായി കാണുന്നുണ്ട്. ആ കുറവുകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ സഭയുടെ രക്ഷിക്കണമേ. എല്ലാ കുറവുകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോയെ സ്നേഹിക്കാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൂദാശകളെ സ്നേഹിക്കാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വചനത്തെ സ്നേഹിക്കാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിത്യതയെ സ്വപ്നം കാണാൻ പറ്റാത്ത നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ പറ്റാത്ത അവസ്ഥകളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോയെ ഉയർത്തിക്കാട്ടാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെ സമർപ്പിച്ച് മാപ്പ് ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അനുസരിക്കുവാനുള്ള നമ്മുടെ കുറവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത അവസ്ഥകളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സാധാരണ ജനങ്ങൾക്ക് ഉതപ്പ് നൽകുന്ന എല്ലാ കുറവുകളെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ഈശോയോ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആദ്യത്തെ പ്രസംഗം ആരംഭിച്ചതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, ഞങ്ങളിലും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ നാളുകൾ, ഈ നോമ്പ് ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹമില്ലാത്ത ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് മാപ്പ് ചോദിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആത്മീയ സന്തോഷത്തിന് പകരം ജഡത്തിന്റെ സന്തോഷങ്ങൾ തേടുന്ന ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിലനിൽക്കുന്ന സമാധാനങ്ങൾക്ക് പകരം താൽക്കാലിക സമാധാനം തേടുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ക്ഷമിക്കാൻ മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദയ കാണിക്കാൻ മടിക്കുന്ന ഞങ്ങളുടെ കഠിനമായ മനസ്സിനെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ വറ്റിപ്പോകുന്ന മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ അവിശ്വസ്തതയുടെ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശാന്തതയും സൗമ്യതയും നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളെ തന്നെ നിയന്ത്രിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സഭാമക്കളുടെ കുറവുകൾ സഭയുടെ കുറവായി കാണുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നാലാം ദിവ്യരഹസ്യത്തിൽ ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഈശോയെ വലിയ മാറ്റവും പരിവർത്തനവും ഞങ്ങളിലും സഭയിലും വർദ്ധിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ വലിയ നവീകരണം സംഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ രണ്ട് മാർപ്പാപ്പമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ കർദിനാൾമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി, ഡീക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. എല്ലാ സമർപ്പിത വിളി സ്വീകരിച്ചിരിക്കുന്ന പരിശീലനത്തിനായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. എല്ലാ അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈ നാളുകളിൽ സഭയിൽ വലിയ കൃപകൾ ഒഴുകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യത്തിൽ ഈശോ തന്റെ സ്നേഹത്തിന്റെ അടയാളമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ആ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് സ്വർഗത്തിലുള്ള പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന എല്ലാ പുരോഹിതർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. സഭയിൽ ധാരാളം ദൈവവിളി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഇടവകകൾ സജീവമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. സഭയെ ബലപ്പെടുത്തുന്ന ധ്യാന കേന്ദ്രങ്ങൾ, ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വലിയ ദൈവകൃപ ഒഴുകുവാൻ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഈ ആലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാത്ത എതിര് നിൽക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ കുർബാനയ്ക്കെതിരായ എല്ലാ നിന്ദാപമാനങ്ങൾക്കും പരിഹാരമായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന എല്ലാ
മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വ്യക്തിപരമായ ദിവ്യകാരുണ്യ ഭക്തി നിറയാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുവാമേ. ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മൾ ജപിച്ച ഈ ജപമാലയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കാണിക്കയായിട്ട് സമർപ്പിക്കാം. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം, സഭയിൽ വിജയസഭയിലായിരിക്കുന്ന സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിലൂടെ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് നമുക്കും കാഴ്ചവെക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റെപ്പായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീഹായെ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൽ നമ്മൾ ജപിച്ച ജപമാല, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ കോർത്തൊരുക്കിയ ജപമാല, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ നെടുവീർപ്പുകളും നമ്മുടെ ആകുലതകളും നമ്മുടെ യാചനകളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പരാതികളും നമ്മുടെ കൃതജ്ഞതയും ഒക്കെ ചേർത്തൊരുക്കിയ ഈ ജപമാല ഇപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് കൊടുക്കുവാൻ വേണ്ടി ലോകം മുഴുവനും അനേകം മക്കൾ, ലക്ഷോപലക്ഷം ആളുകൾ ഈ ജപമാലയോട് ചേർന്ന് അവരവരുടെ ഭവനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ ഇപ്പോൾ ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റാതെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന നിങ്ങൾ ജപിച്ച ജപമാല നിങ്ങളുടെ ഭവനത്തിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇപ്പോൾ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും നിയോഗങ്ങളുടെയും കൃതജ്ഞതകളുടെയും പ്രതീകമായി നിങ്ങൾക്ക് പകരം ഇപ്പോൾ ഈ ജപമാല പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ സമർപ്പിച്ച് നമ്മൾ കാഴ്ചവെക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ വച്ച് ഈശോയ്ക്ക് നമ്മുടെ കാണിക്കകളെ സമർപ്പിക്കാം. ഞാനാകും ഉൾപ്പടർപ്പിൽ ദൈവസ്നേഹമാ തീപ്പടരാ, പാപത്തിൻ്റെ പാദരക്ഷ അഴിച്ചു മാറ്റി പാപി ഞാൻ നിൻ സുതനെ തേടിയെത്തുന്നു. അമ്മേ ഞാൻ നിൻ സുതനെ തേടിയെത്തുന്നു. ഞാൻ മടങ്ങി വരാ കണ്ണുനീർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മാതാവേ ഞാൻ കാഴ്ചവെക്കുന്നു. എന്നെയും എല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ, എന്നെയും എല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.